സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ജന്മസിദ്ധമായി കിട്ടുന്ന ഒന്നല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട്, നർച്ചർ ചെയ്തെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒന്ന് തന്നെയാണ് സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, നമ്മുടെ റിലേഷൻഷിപ്പുകളെ ഡിപ്പെൻഡ് ചെയ്യരുത്, അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസിനെ, നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ നമ്മളെപ്പറ്റിയുള്ള അഭിപ്രായമാണത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസും എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒന്നാണ്. സോ അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട്, നമ്മുടെ കഴിവുകളെ വെച്ചിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് എന്ത് വ്യത്യാസമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ